Welcome to Garam Masala, the magic spices of cooking. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ വിഭവമായിട്ടാണ്. മലപ്പുറംകാരുടെ അത്താഴത്തിനുള്ള വിഭവമാണിത്. വേറെ ഒന്നുമല്ല, മുരിങ്ങയില താളിപ്പാണിത്. നല്ല ചൂട് ചോറിന്റെ കൂടെ സെർവ് ചെയ്യാവുന്ന ലൈറ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണിത്. മലപ്പുറത്ത് മാത്രമല്ല, ഞങ്ങളുടെ നാട്ടിലും അത്താഴത്തിന് എല്ലാ ദിവസവും ഈ മുരിങ്ങയില താളിപ്പുണ്ടായിരിക്കും. അത്താഴത്തിന് ചോറ് കഴിക്കുന്നവർക്ക് മുരിങ്ങയില താളിപ്പ് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു വിഭവമാണ്. നമുക്ക് ഈ മുരിങ്ങയില താളിപ്പ് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞങ്ങളുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ ഉണ്ടായ മുരിങ്ങയാണിത്. ഈ മുരിങ്ങയെ തണ്ടിൽ നിന്നും മാറ്റിയതിനു ശേഷം നന്നായി കഴുകി മാറ്റി വെക്കണം. നല്ല ചൂടുള്ള ചോറും ഇൻസ്റ്റന്റ് ആയി ഉണ്ടാക്കിയിട്ടുള്ള ഈ മുരിങ്ങയില താളിപ്പും അതിന്റെ കൂടെ തോരനോ അല്ലെങ്കിൽ 1-2 സ്പൂൺ ബീഫ് ഫ്രൈയോ അല്ലെങ്കിൽ ഒരു പീസ് ഫിഷ് ഫ്രൈ അല്ലെങ്കിൽ മീൻ വറ്റിച്ചത്, ഇതെല്ലാമാണ് സാധാരണയായി അത്താഴത്തിന് ഉപയോഗിക്കാറ്. എന്നാൽ ഞാൻ അത്താഴത്തിന് ഉപയോഗിക്കാറുള്ളത് ബനാന, അതുപോലെ 1-2 പത്തിരി, അത്രയൊക്കെ ഉപയോഗിക്കാറുള്ളൂ. തണ്ടിൽ നിന്നും മാറ്റിയതിനു ശേഷം മുരിങ്ങയെ കഴുകി വൃത്തിയാക്കി വെക്കണം. അത്താഴത്തിന് എണീറ്റതിനു ശേഷമാണ് മുരിങ്ങയില താളിപ്പ് തയ്യാറാക്കിയെടുക്കാറ്. കഞ്ഞിവെള്ളത്തിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കട്ടയായി വരും. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മുരിങ്ങയില താളിപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ മുരിങ്ങയില താളിപ്പിന്റെ ട്രഡീഷണൽ ടേസ്റ്റിന് വേണ്ടി വെളിച്ചെണ്ണ തന്നെ വേണം. ഇനി ഇതിലോട്ട് നമുക്ക് 4-5 ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തത് ചേർക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ചെറിയ ഉള്ളി ഗോൾഡൻ ബ്രൗൺ നിറമാകണം. ഈ ഉള്ളിയിലോട്ട് തന്നെ നമുക്ക് കാന്താരി മുളക് ചോപ്പ് ചെയ്തതോ അല്ലെങ്കിൽ പച്ചമുളക് നെടുകെ മുറിച്ചതോ ചേർക്കാം. കാന്താരി മുളക് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്താലും മതി. ഞാനിവിടെ 5 കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളകാണെങ്കിൽ 2-3 എടുത്താൽ മതി. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങയില പാനിലോട്ട് ചേർക്കാം. ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് റെഡിയാകുന്നതിന് വേണ്ടിയാണ് മുരിങ്ങയില ആദ്യം ചേർക്കുന്നത്. ഇതിന് പകരമായി കഞ്ഞിവെള്ളം ഒഴിച്ച് തിളച്ചു വരുമ്പോൾ മുരിങ്ങയില ചേർത്താലും മതി. 2-3 മിനിറ്റ് മുരിങ്ങയിലയെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ മുരിങ്ങയില തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിക്കാം. അത്താഴത്തിന് വേണ്ടി ഉണ്ടാക്കിയ ചോറിന്റെ വെള്ളം മാറ്റി വെക്കണം. നല്ല കുറുക്കമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കണം. ഈ കഞ്ഞിവെള്ളത്തെ ഞാൻ പാനിലോട്ട് ഒഴിക്കുകയാണ്. ഏകദേശം 2-3 കപ്പ് കഞ്ഞിവെള്ളം വേണം. കുറച്ച് ലൂസായിരിക്കണം ഇത്. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് തിളച്ചു വരട്ടെ. അത്ര മാത്രം മതി. ഇതിലോട്ട് വേറെ തേങ്ങയുടെ അരപ്പോ ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ മുരിങ്ങയില തിളച്ചു വന്നിട്ടുണ്ട്. 2-3 മിനിറ്റ് തിളച്ചു വന്നാൽ മതി. ഈ ഇലയെ നമ്മൾ ഓൾറെഡി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മുരിങ്ങയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് അത്താഴത്തിന് വേണ്ടി മാത്രമല്ല, ഉച്ചയ്ക്കെല്ലാം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സൈഡ് ഡിഷ് കൂടെയാണ്. മുരിങ്ങയിലയ്ക്ക് പകരമായി നമുക്ക് വേറെ എന്ത് ഇല വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് മത്തന്റെ ഇല ഉപയോഗിക്കാം, കുമ്പളത്തിന്റെ ഇല ഉപയോഗിക്കാം. നോമ്പ് കാലത്ത് ഇലക്കറികൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. തേങ്ങ അരച്ച കറി ഉപയോഗിക്കുന്നവർക്ക് നെഞ്ചരിച്ചിലെല്ലാം ഉണ്ടാകും. ഈ മുരിങ്ങയില താളിപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലോട്ട് പോകുന്ന കലോറിയുടെ അളവും കുറവായിരിക്കും. മുരിങ്ങയിൽ ഒരുപാട് ന്യൂട്രിയൻസും ഉണ്ട്. മുരിങ്ങയുടെ ന്യൂട്രിയൻസിനെ എല്ലാം പറ്റി ഞാനൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത്താഴത്തിന് മുരിങ്ങയില കിട്ടാത്തവർക്ക് ചെരങ്ങ കൊണ്ടും താളിപ്പുണ്ടാക്കാം. ചെരങ്ങയുടെ താളിപ്പിന്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമ്മുടെ മുരിങ്ങയില താളിപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ല ചൂട് ചോറിന്റെ കൂടെ അത്താഴത്തിന് സെർവ് ചെയ്യാം. ഉണ്ടാക്കിയ ഉടൻ തന്നെ ഇത് സെർവ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.